സത്യഭാമ ടീച്ചർ, ഇനി സത്യഭാമ ടീച്ചർക്ക് പറയാനുള്ള സമയമാണ്. പക്ഷേ ഞാൻ ടീച്ചറോട് ഒരു ചോദ്യമായി ചോദിക്കുന്നതിന് മുൻപ്, ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇവിടെ പറഞ്ഞൊരു ഭാഗം നമുക്ക് ഏത് മനുഷ്യനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റും, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകും, ചില കാര്യങ്ങൾ പുതിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വെളിച്ചത്തിലായിരിക്കും നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ ഒരു തിരിച്ചറിവിന് ടീച്ചർക്ക് അവസരം ഉണ്ടാകുന്ന ഒന്നാകട്ടെ ഈ ചർച്ച എന്നൊരു ആഗ്രഹം ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്കുണ്ട്, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ ടീച്ചർ ഒരു ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിലെ വ്യക്തി എന്ന നിലയിൽ, സമൂഹം ആദരിക്കുന്ന ഒരു കലാകാരി എന്ന നിലയിൽ ടീച്ചർക്ക് ഒരു തെറ്റ് പറ്റി എന്ന് സമ്മതിക്കാൻ ടീച്ചർ ഒരുക്കമാണോ? അങ്ങനെ നമ്മൾ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിച്ച് കാണരുത് എന്ന ഒരു ഒരു ബോധത്തിലേക്ക് നമ്മൾ വരേണ്ടതല്ലേ ടീച്ചർ? അപ്പൊ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ധന്യ സംസാരിച്ചത് ഗോപികൃഷ്ണൻ കേട്ടല്ലോ. നമ്മള് കലാഭവൻ മണിയുടെ അനിയൻ എന്ന് പറഞ്ഞ രാമകൃഷ്ണനെതിരെ ഞാൻ സംസാരിച്ചു, അതെല്ലാം പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവരെ കുടുംബത്തിൽ തന്നെ പ്രശ്നമുണ്ട്. എന്താ ഭാഗ്യലക്ഷ്മി അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഭാഗ്യലക്ഷ്മി ചില സമയത്ത് നമ്മുടെ ടോണൊക്കെ അങ്ങ് മാറുന്ന ഡയലോഗ് അവിടെ നിന്ന് എതിർവശത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മുടെ ടോണൊക്കെ മാറും. അതിന് എന്നെ വിലയിരുത്തണ്ട ഭാഗ്യലക്ഷ്മി ഒന്നും കേട്ടാ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മരുമകളുടെ മാല പൊട്ടിച്ചു കേസ് കിടക്കണമെന്ന് ഇയാൾക്ക് ഈ ധന്യക്ക് എവിടെ നിന്ന് ഇതിൻ്റെയൊക്കെ തെളിവുകൾ കിട്ടിയേ? എൻ്റെ ഈ കുടുംബത്തിലോ ഈ പരിസരത്തോ എൻ്റെ വീട്ടിലെ നിത്യ സന്ദർശിക്കുകയാണോ ധന്യ? അപ്പം അത് പറയുമ്പോൾ എനിക്ക് ചൂടാവും, ഞാൻ ദേഷ്യപ്പെടും, ടോണൊക്കെ മാറും ഭാഗ്യലക്ഷ്മി. അപ്പം എൻ്റെ നിലവാരത്തിന് ഭാഗ്യലക്ഷ്മി അളക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, ഭാഗ്യലക്ഷ്മിക്ക് ഒരു കേസില്ലേ? ഒരു പുരുഷനെ വീട്ടിൽ ചെന്ന് കയറി അടിച്ച് പപ്പടം പോലെ ആക്കിയിട്ടുള്ള ഒരു കേസുണ്ടല്ലോ. അപ്പം അത് ഞാൻ ഇപ്പം പറഞ്ഞാലോ ഭാഗ്യലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുവോ? ആണോ? അപ്പൊ അങ്ങനെ എല്ലാവർക്കും പല പ്രശ്നങ്ങളും കടന്നു പോകണോ നമ്മുടെ ജീവിതം ഒരു കുടുംബത്തില്? അല്ല, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ എന്നെ പറയുമ്പോ ഞാൻ ചൂടാവും. അതിന് എന്നെ നിങ്ങൾ വിലയിരുത്തണ്ട കേട്ടല്ലോ. എന്നെ വിലയിരുത്താറ് ഭാഗ്യലക്ഷ്മി ആയിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ മേഖലയിൽ നിങ്ങളായിക്കോളൂ. എന്നെ ധന്യ എന്ന് പറഞ്ഞ ആ കുട്ടി അനാവശ്യമായിട്ട് എന്റെ കുടുംബത്തിൽ കയറി, ഞാൻ പറയട്ടെ, ഇയാള് സംസാരിക്കുമ്പോ ഞാൻ മിണ്ടിയില്ല. ധന്യ അനാവശ്യമായിട്ട് എന്റെ കുടുംബത്തിൽ കയറി കളിക്കരുത് കേട്ടോ. എന്റെ കുടുംബത്തിൽ കയറി കളിക്കാനൊന്നും ധന്യക്ക് അധികാരമില്ല കേട്ടോ. കുടുംബം അല്ല സത്യഭാമ ടീച്ചർ, അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ സത്യഭാമ ടീച്ചർക്ക് ആ പറഞ്ഞതിൽ ഒരു അപാകത ഉണ്ടെന്ന് ഞാൻ ഒരു കുടുംബ പ്രശ്നവും ഒരു മനുഷ്യനെയും വംശീയമായിട്ട് അധിക്ഷേപിക്കാനുള്ള അവകാശം നിങ്ങൾക്കുമില്ല. ഈ രാജ്യത്തെ ഒരു മനുഷ്യനെയും വംശീയമായിട്ട് അധിക്ഷേപിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ മറുപടി തരും. ഇതുപോലെ തന്നെ മറുപടി തരും. ഇയാൾ കേൾക്കണ്ട. ശരി. അല്ല സത്യഭാമ ടീച്ചർ, ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. സത്യഭാമ ടീച്ചർ, ഞാൻ ആ ചോദ്യവുമായി തിരിച്ചു വരുന്നു. അതായത് ടീച്ചർക്ക് ഈ പറഞ്ഞതിൽ ചില പെശകുകൾ പറ്റിയിട്ടുണ്ടെന്ന് സത്യഭാമ ടീച്ചർക്ക് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അല്ലല്ല ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. എന്നിട്ട് മാനസിയോ എന്തെന്നാ മറ്റേ കുട്ടിയുടെ പേര്, കലാമണ്ഡലത്തിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടുള്ള ലെറ്റർ ഞാൻ നിങ്ങളുടെ 24 ചാനലിലേക്ക് ഞങ്ങൾ അയച്ചു തരട്ടെ. ഞാൻ അയച്ചു തരട്ടെ. ഇയാൾ എന്നെ പറഞ്ഞു കലാമണ്ഡലത്തിൽ നിന്ന് രാമകൃഷ്ണന്റെ കേസിൽ സത്യഭാമ ടീച്ചറെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് എന്നെ കലാമണ്ഡലത്തിൽ പുറത്താക്കിയെന്ന് പറഞ്ഞു. മാനസികയ്ക്ക് ഞാൻ ആ കോപ്പി അങ്ങ് അയച്ചു തരട്ടെ. എനിക്ക് കലാമണ്ഡലത്തിൽ തന്ന ഗവൺമെന്റിന് പുളിക്കും. ഞാൻ സത്യഭാമ ടീച്ചറിനെയും പത്മനാഭാശാനെയും പറഞ്ഞിട്ടാണ് എന്നെ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് നിങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഞാൻ ലെറ്റർ കണ്ട് 24 ചാനലിലേക്ക് കൊടുക്കാം. എനിക്ക് ഗവൺമെന്റ് തന്ന ലെറ്റർ. ഒരു പാർട്ടി കയറുമ്പോൾ 5 കൊല്ലം ഒരു ബോർഡിൽ ഒരു വ്യക്തിനെ അവരെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണോ എത്രയോ പേരെ ഈ പാർട്ടി മാറ്റിയിട്ടുണ്ട് 2 കൊല്ലം കഴിയുമ്പോൾ. അതൊക്കെ അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് 5 കൊല്ലം ഇരിക്കണമെന്ന് നിയമമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ മാറ്റിയിട്ടുള്ളത്. ഞാൻ ഒരു വ്യക്തിയോട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് വിട്ടിട്ട് എന്നെ കലാമണ്ഡലത്തിൽ നിന്ന് വിട്ടത് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ എനിക്ക് ലെറ്റർ തന്നെ മാനസിയെ. ഇയാൾക്ക് അത് വല്ലതും അറിയാവോ? ഞാൻ ഇയാൾക്ക് തരാം ലെറ്ററിന്റെ കോപ്പി, ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. എനിക്ക് ഗവൺമെന്റ് തന്നത്. ഒരിക്കലും ഗവൺമെന്റിന് എന്നെ ആ കാരണത്താൽ എന്നെ വിടണമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കേസിന് പോവില്ല. അപ്പൊ എനിക്ക് കേസിന് പോകാൻ, ഗവൺമെന്റിന്റെ എതിരെ കേസിന് പോകാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അതൊന്നുമല്ല അവർ വെച്ചേക്കണം അതിനകത്ത്. ഞങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങളെ 2 കൊല്ലം കഴിഞ്ഞു നിങ്ങളെ സീറ്റിൽ നിന്ന് മാറ്റി വേറൊരാളെ വെക്കുന്നു. അങ്ങനെ എത്രയോ മന്ത്രിമാർ തന്നെ പ്രശ്നം ഉണ്ടായിട്ട് രാജിവെച്ച് പോകുന്നില്ലേ? എന്നിട്ട് അവരെല്ലാം തീർന്നിട്ട് പിന്നെ വന്ന് കയറുന്നില്ലേ? അതുപോലെ ഒരാളായിട്ട് ഞാൻ എന്നെ കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ധന്യ പോലുള്ളവർക്ക് എന്തും അനാവശ്യം പറയാം. എനിക്ക് രാജലക്ഷ്മിയോട് ചോദിക്കാനുള്ളതാണ്. അതായത് അങ്ങനെ എൻ്റെ കുടുംബത്തിൽ കയറി എൻ്റെ മരുമകളുടെ കാര്യം എൻ്റെ മോൻ്റെ കാര്യം പറയാൻ അതിനാണ് ചാനൽ ചർച്ച.
അതല്ലല്ലോ ഇവിടുത്തെ സബ്ജക്ട്. അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡ് മനസ്സിലായി. ആ സ്റ്റാൻഡേർഡ് മനസ്സിലാവണമല്ലോ. നമ്മള് ഭാഗ്യലക്ഷ്മി ആയാലും ഏതായാലും അതിൽ സത്യഭാമ ടീച്ചർക്ക് പറയാനുള്ള പറഞ്ഞല്ലോ. അല്ല ഞാൻ തന്നെ ഒരു മിനിറ്റ് സത്യഭാമ ടീച്ചർ, ഞാൻ ചോദിക്കുന്നത് ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങൾ ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങളെ ടീച്ചർക്ക് തിരുത്താൻ. എന്ത് ടീച്ചറെ? കുട്ടികളെ വർണ്ണവിവേചനം നടത്തുന്ന ആളാണോ ടീച്ചർ? അവരെയാണോ ടീച്ചർ എന്ന് വിളിക്കണ്ടേ? അവരെങ്ങനെ ഒരു ഗുരുനാഥയാകും? അവരെങ്ങനെ ഗോപി ഒരു ഗുരുനാഥയാകും? നിന്റെ ഇയാളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട കേട്ടാ. കലയായിട്ട് വല്ലതും പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടാ. ഇയാളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട തൽക്കാലം. എനിക്ക് നിങ്ങൾക്ക് ഇയാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഇയാളുടെ അല്ല അത് തന്നെ പറഞ്ഞത്. എന്നെ ടീച്ചറിന് വിളിക്കാനായിട്ട് ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഇഷ്ടം പോലെ ടീച്ചറൊന്ന് വിളി കേൾക്കണ ഒരാളാണ്. ഒരാളും വിളിക്കരുത്, വേണ്ട. ഭാഗ്യലക്ഷ്മി എന്താണ് പറയാ? ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ചർച്ചയെ അതിന്റെ ഒരു വൈകാരികതയിലേക്ക് കൊണ്ടുപോയാൽ നമ്മൾ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ഗോപി അവരോട് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കൂ. ഗോപി, വെളുത്ത ആളുകൾക്ക് കലാപ്രാവീണ്യം കൂടുന്നാണ് സ്ത്രീ പറഞ്ഞത്. അല്ല അത് തന്നെയാണല്ലോ അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. അത് തന്നെയാണല്ലോ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ സത്യഭാമ ടീച്ചർക്ക് തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ സത്യഭാമ ടീച്ചർക്കുള്ളൊരു സമയമാണിത്. ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ഗോപികൃഷ്ണനെ എങ്ങനെ അറിയാം? അല്ല ഞാൻ ചോദിക്കാണ്, ടീച്ചർക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു ചാനലിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തി ഹത്യ ചെയ്തിട്ടുണ്ടോ? ടീച്ചർക്ക് അത് മനസ്സിലാകുന്നില്ല എന്നാണ്. ടീച്ചർ വ്യക്തി ഹത്യ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല, ടീച്ചർ പറയുന്നു കറുപ്പ് എന്ന നിറത്തെയാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. സത്യഭാമ ടീച്ചർ കറുപ്പ് എന്നത് ഒരു അസ്പൃശ്യതയുടെ നിറമാണ് എന്ന തരത്തിലാണ് ടീച്ചർ അവതരിപ്പിക്കുന്നത്. കറുത്തവർ, കാക്കക്കറുപ്പ് എന്നെല്ലാമുള്ള പ്രയോഗം ഈ സമൂഹത്തിന്, ഈ പരിഷ്കൃത സമൂഹത്തിന് നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്ന അല്ല ഞാൻ പറഞ്ഞ സത്യഭാമ ടീച്ചർക്ക് തിരുത്താൻ ഉള്ള സമയമാണ് ഇതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്നും ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നവരാ. ഞങ്ങളെ വിളിച്ചു വരുത്തി ചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരാത്ത എന്താ? ഗോപികൃഷ്ണൻ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കും. അതായത് ഞാൻ കറുപ്പ് നിറന്ന് പറഞ്ഞിട്ടുണ്ട്. മോഹിനിയാട്ടത്തിന് പെൺകുട്ടികളെയോ ആൺകുട്ടികളെ, ചെറിയ ആൺകുട്ടികളെയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരു പ്രായമായി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സൗന്ദര്യ മാനദണ്ഡമാണ് എന്നിൽ അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. അതിനകത്ത് എനിക്ക് മാപ്പ് പറയാനായിട്ട് ഞാൻ ഒരു വ്യക്തികളെയോ ഒരു ജാതി മതം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്തോന്നാ ഞാൻ പിന്നെ എന്തിനാ തിരുത്തുന്ന? എന്തിനാണ് ഏത് ഗ്രന്ഥത്തിലാണ് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല കാര്യം പറഞ്ഞിരിക്കുന്നത്? മാത്രമല്ല സത്യഭാമ ടീച്ചർ നേരത്തെ മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ നാട്യശാസ്ത്രം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ തന്നെ ഭയപ്പെട്ടു നീ ചർച്ച നടത്താൻ. എന്നോടും ചിലപ്പോൾ ചോദിക്കും നാട്യശാസ്ത്രം വായിച്ചിട്ടുണ്ടോ എന്ന്. ടീച്ചറോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുണ്ട്. സത്യഭാമ ടീച്ചർ, എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ട് ഉള്ള ആളാണെന്നാണ്. നാട്യശാസ്ത്രം ഞാൻ വായിച്ചിട്ടില്ല, ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനായിട്ടാണ് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്, ഈ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത്. സത്യഭാമ ടീച്ചറോട് വിനീതമായി എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, നാട്യശാസ്ത്രമല്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി, അവരത് കേട്ടിട്ടേ ഇല്ല.